ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ സൗണ്ട് വേവ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിന് ശേഷം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വീണ്ടും പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ നോട്ട്സ്, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് എങ്ങനെ എടുക്കാം, എവിടെ നിന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. നേരെ പോവുക, ഗൂഗിളിലേക്ക് പോവുക, ecodon.in അടിക്കുക എന്നെങ്കിൽ, അല്ലെങ്കിൽ SSLC ന്യൂ സിലബസ് നോട്ട്സ് എന്ന് അടിച്ചിട്ട് ecodon അടിക്കുക, നമ്മുടെ നോട്ട്സ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ, അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ പഠിച്ചായിരുന്നു. നേരെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പോവായിരുന്നു. ആദ്യത്തെ 2 പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ആ ചാപ്റ്റർ 4 പേജേ ഉള്ളൂ, അത്ര ഓർക്കുക. ടെക്സ്റ്റിൽ വലുതായിട്ടാണ് കാണുന്നതെങ്കിലും മൊത്തം ആ ചാപ്റ്റർ എത്ര പേജാണ്? 4 പേജാണ് വരുന്നത്. ഓക്കെ, ശരി. ഇനി ഇവിടെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിട്ടും പിന്നെ ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിട്ടും മാറ്റുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് വേവ്സ് നേരെ മുമ്പിലോട്ടാണ് പോകുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ എയർ മോളിക്യൂൾസും നേരെ എന്ത് ചെയ്യണം? പാരലായിട്ട് പൊക്കോണം. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ലോഞ്ചിറ്റ്യൂഡൽ എന്ന് വിളിക്കും. ലോങ്, തുടക്കത്തിൽ ലോങ് എന്ന് കിടപ്പില്ലേ, നീളം എന്ന് ഓർത്താൽ മതി. ഓക്കെ, രണ്ടാമത്തേത് ട്രാൻസ്വേഴ്സ് വേവ്. രണ്ടാമത്തേതാണ് ട്രാൻസ്വേഴ്സ് വേവ്. അതിൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങോട്ടായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. സൗണ്ട് ഇങ്ങോട്ടാ പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെ ആയിരിക്കണം? പെർപെൻഡിക്കുലർ ആവണം. എന്താണ്ട് ഇങ്ങനെ ആവണം, 90 ഡിഗ്രിയിൽ ആയിരിക്കണം. ക്ലിയർ ആണോ? 90 ഡിഗ്രിയിൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിലും ആക്കി മാറ്റുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട് ആ സംഭവം. നോക്കിയേ, പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് സാധനമാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ ട്രാൻസ്വേഴ്സ് ആണോ? ട്രാൻസ്വേഴ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ, കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻസ് ആർ ഫോംഡ്. റെയർ ഫ്രാക്ഷൻസ് ആർ ഫോംഡ്. കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻസ് ആർ ഫോംഡ്. ഒതുങ്ങിപ്പോവുകയും റെയർ ഫ്രാക്ഷൻ ആവുകയും എവിടെ ഫോം ആവും? അത് എവിടെയാണ്? ലോഞ്ചിറ്റ്യൂഡിനലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ നേരെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ സൗണ്ട് വേവ്സ് എന്തായി പോവാ? കംപ്രസ് ആയി. ഓക്കെ, അടുത്തത്, പ്രഷർ വേരിയേഷൻ ഒക്കേഴ്സ് ഇൻ ദ മീഡിയം. പ്രഷറിന് എന്ത് ചെയ്യും? വേരിയേഷൻ ഉണ്ടാവും. അത് എവിടെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ. സ്ട്രീറ്റ് പാരലായിട്ട് പോകുമ്പം അവിടെ ഉണ്ടാവുന്ന സൗണ്ട് വേവ്സിന് ഉണ്ടാവുന്ന പ്രഷറിന് എന്തുണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാവും. അടുത്തത്, ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ്. ക്രസ്റ്റും ട്രഫ് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വേവ് പോലെ വരുമ്പോൾ അതിന്റെ മേളത്തെ ഭാഗത്തിനെ ക്രസ്റ്റ് എന്നും താഴത്തിന്റെ ഭാഗത്തിനെ ട്രഫ് എന്നും നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതുണ്ടാവുന്ന ആർക്കാ? ലോഞ്ചിറ്റ്യൂഡിനൽ ഉണ്ടാവുമോ? ഇല്ല, അതൊരു ലൈൻ പോലെ പോകത്തുള്ളൂ. പക്ഷെ ആർക്കാ ഉണ്ടാവുന്നേ? ട്രാൻസ്വേഴ്സ് വേവിനാണ് ഉണ്ടാവുന്നത്, അല്ലേ? അടുത്തത്, പാർട്ടിക്കിൾസിന്റെ മീഡിയം വൈബ്രേറ്റ് പാരലൽ. പാർട്ടിക്കിൾസിന്റെ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നേ? പാരലായിട്ടാ. അങ്ങനെ ആകുമ്പോൾ അതേതാ? ലോഞ്ചിറ്റ്യൂഡിനൽ. ലാസ്റ്റ്, നോ പ്രഷർ വേരിയേഷൻ ഒക്കേഴ്സ് ഇൻ മീഡിയം. പ്രഷറിന് വേരിയേഷൻ ഉണ്ടാവുന്നില്ല. എവിടാ? ട്രാൻസ്വേഴ്സിൽ. ഓക്കെ, പ്രഷറിന് എന്തുണ്ടാവുന്നില്ല? വേരിയേഷൻ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറി പോകുന്നതുകൊണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ, ഈസ് ദെയർ എ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഫ്രീക്വൻസിക്കും വേവ് ലെങ്തിനും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ ഈ റിലേഷൻ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കണം അവിടെ ഇക്വേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ വരുന്നത് എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/λ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ലെങ്ത്. വേവ് ലെങ്തിന്റെ യൂണിറ്റ് ആണല്ലേ ലാംഡ. ഓക്കെ, അപ്പൊ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് എന്ത് ചെയ്യും? കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പൊ എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഈ 1/യിൽ വരുന്ന, അടിയിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്തത്, ഫൈൻ ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് ഓഫ് വേവ്. വേവ് ലെങ്തിന്റെയും ഫ്രീക്വൻസിന്റെയും സ്പീഡ് ഓഫ് വേവിന്റെയും വെച്ചിട്ട് അതിന്റെ റിലേഷൻ എടുത്ത് എഴുതുക എന്നാണ് പറയുന്നത്. എന്തെഴുതുക? റിലേഷൻ എടുത്ത് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പൊ സ്പീഡ് ഓഫ് വേവ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. സ്പീഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്നാണ് ആ ഇക്വേഷൻ വരുന്നത്. സ്പീഡ് ഓഫ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്തുവാ? വി. ഓക്കെ, ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ്, വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ. അപ്പൊ വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നാണ് അവിടുത്തെ റിലേഷൻ വരുന്നത്. അടുത്തത്, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. നമ്മൾ എപ്പോഴും നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓക്കെ, അതായത് വലിയ ഹോളിൽ ഇരിക്കുന്ന സമയത്ത് സൗണ്ട് നമുക്ക് മുഴങ്ങി കേൾക്കാൻ പറ്റും. എക്കോന്റെ കാര്യമല്ല പറയുന്നത്, എക്കോ വേറെയാ. സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റും.
എങ്ങനെയാ സംഭവം ഉദ്ദേശിക്കുന്നത്, വരുന്നത് എങ്ങനെയാ? അപ്പോൾ ഞാൻ വലിയൊരു ഹോളിൽ കയറി നിൽക്കുക, ഒരു ഓഡിറ്റോറിയത്തിൽ കയറി നിൽക്കുക. അപ്പം ഞാൻ ഹലോ എന്ന് സംസാരിക്കുമ്പോൾ ഓ ഓ എന്ന് പറയുന്നതിന് എക്കോ എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ഈ സൗണ്ട് മുഴങ്ങി വീണ്ടും കേൾക്കുകയാണ്. എക്കോൻ്റെ കാര്യമല്ല പറയുന്നത്. എക്കോ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ സൗണ്ട് തന്നെ തിരിച്ച് കേൾക്കും. ഞാൻ പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മുഴക്കം വരും. ഞാൻ ഹലോ എന്ന് വെക്കുമ്പോൾ വേറൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ, സംസാരിച്ച് കഴിഞ്ഞിട്ടല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ എന്താ സംസാരിക്കുന്നത് പറയുമ്പോൾ, ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് എങ്ങനെയാ വരുന്നത്? നേരെ പാരലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പക്ഷെ ഞാനിങ്ങനെ മേളിലോട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് മേളിൽ പോയി ഇടിക്കുന്നു. ലൈറ്റ് എങ്ങനെയാണോ റിഫ്ലക്ട് ചെയ്യുന്നത് അതുപോലെ ആ സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലായിക്കോണം. ലൈറ്റ് എങ്ങനെയാണോ റിഫ്ലക്ട് ചെയ്യുന്നത് അതുപോലെ എന്ത് ചെയ്യും? സൗണ്ടും റിഫ്ലക്ട് ചെയ്യും. ഞാൻ മേളിലോട്ട് നോക്കുമ്പോൾ എൻ്റെ സൗണ്ട് അവിടെ പോയി ഇടിക്കുന്നു, നേരെ നിങ്ങളിലേക്ക് എത്തുന്നു. ഓക്കെ. അങ്ങനെയാണ് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിൽ നടക്കുന്നത്. ഓക്കെ. സ്മൂത്ത് സർഫസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസ്. റഫ് സർഫസിനേക്കാൾ, ഒരു പരുക്കലായിട്ടുള്ള ഭിത്തിനെക്കാട്ടിലും സ്മൂത്ത് ആയിട്ടുള്ള ഭിത്തിയിലായിരിക്കും റിഫ്ലക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. ഞാൻ ഓൾറെഡി ഒരു സൗണ്ട് ഉണ്ടാക്കി, അത് അവിടെ പോയി ഇടിച്ചു, ടോപ്പിൽ പോയി ഇടിച്ചു, അത് തിരിച്ച് താഴെ പോയി ഇടിച്ചു, വീണ്ടും എൻ്റെ അടുത്തോട്ട് വരുന്നു. അല്ലെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല, പോട്ടെ. ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അത് ആ ഭിത്തിയിൽ പോയി ഇടിച്ചു, അത് അവിടെ പോയി ഇടിച്ചു, തിരിച്ചിങ്ങോട്ട് വന്നു, വീണ്ടും പോയി. ഇതിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പേരിൽ തന്നെ അടപ്പുണ്ട്. റിഫ്ലക്റ്റഡ് സൗണ്ട് വീണ്ടും റിഫ്ലക്റ്റ് ആവുന്നതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് വിളിക്കുന്നത്. റിഫ്ലക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് വീണ്ടും റിഫ്ലക്ട് ചെയ്യുമ്പോൾ അതിനെ എന്തെന്ന് വിളിക്കും? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ. അടുത്തതാണ് എക്കോ. നമ്മളെല്ലാം കേൾക്കുന്ന സാധനമാണ് എക്കോ. എക്കോ ഈസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ദി ഇനിഷ്യൽ സൗണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് മീൻസ് ഹിൽ ഏരിയസിലാണ് അല്ലേ? എക്കോ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഞാനൊരു വലിയൊരു മലയുടെ മണ്ടയ്ക്ക് നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് ഫുള്ള് മലകളാണെന്ന് വിചാരിക്കുക. ഞാൻ ഹലോ എന്ന് വിളിക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹലോ ഹലോ എന്നൊരു സൗണ്ട് തിരിച്ചു കേൾക്കാം. എന്തുവാ നടക്കുന്നത്? എൻ്റെ ഇനിഷ്യൽ സൗണ്ട്, ഞാൻ ആദ്യം സംസാരിച്ച സൗണ്ട് കുറച്ചു നേരത്തിന് ശേഷം ആ മലയെ പോയി ഇടിച്ചിട്ട് റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു വരും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്കോ. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും ഈ പറഞ്ഞ അതിന് മുമ്പ് പറഞ്ഞ റിഫ്ലക്ഷനും തമ്മിൽ, കണ്ടിന്യൂസ് റിഫ്ലക്ഷൻ, ഇതൊന്നും തമ്മിൽ സെയിം അല്ല. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സംസാരിച്ച ഒരു സൗണ്ട് മേളിൽ പോയി ഇടിച്ച് റിഫ്ലക്റ്റ് ആയ സൗണ്ട് വീണ്ടും റിഫ്ലക്റ്റ് ആയി പോകുന്നതിനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ എന്തുവാ? എക്കോ. അതായത് ഞാൻ ഇപ്പം സംസാരിക്കുന്ന എൻ്റെ ഇനിഷ്യൽ സൗണ്ട് കുറച്ചു നേരങ്ങൾക്ക് ശേഷം, ഒരു ഇത്ര സമയത്തിന് ശേഷം തിരിച്ച് റിഫ്ലക്റ്റ് ആവുന്നതിനെയാണ് എക്കോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. 10ാം ക്ലാസ്സിൽ നേരത്തെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പഠിക്കാനുണ്ടായിരുന്നു. അതായത് നമ്മളൊരു സാധനത്തിനെ, ഞാനിപ്പോൾ ഈ ലൈറ്റിലേക്ക് ഇങ്ങനെ നോക്കിയതിന് ശേഷം തിരിച്ച് ഞാൻ വീണ്ടും ക്യാമറ ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് നേരത്തേക്ക് ലൈറ്റിന്റെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു ലൈറ്റിലേക്ക് ചുമ്മാ നോക്കുക, എന്നിട്ട് കണ്ണ് താഴോട്ടാക്കുക. അപ്പോൾ ലൈറ്റ് നമ്മുടെ കണ്ണിൽ കുറച്ച് നേരത്തേക്ക് നിൽക്കും. 1/16 സെക്കൻഡ്. എത്രയായിരുന്നു? 1/16 സെക്കൻഡ് നോക്കുമ്പോഴത്തേന് ആ കണ്ണിൻ്റെ അകത്ത് ആ ലൈറ്റ് കുറച്ച് നേരം റെറ്റിനയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. മെമ്മറി കാർഡിൽ മറ്റേ പാട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ പാട്ട്. ഓക്കെ. അപ്പോൾ സൗണ്ടിനും അങ്ങനെ ഒരു പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ഉണ്ട്. സൗണ്ടിനും എന്തുണ്ട്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ഉണ്ട്. അപ്പോൾ എന്തോ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1/10 സെക്കൻഡിലേക്ക് നമ്മളൊരു സാധനം കേട്ട് കഴിയുമ്പോൾ അതിന് നമ്മുടെ ചെവിയിൽ സ്റ്റോർ ആവും. ഓക്കെ. ഇപ്പം വെളിയിലിപ്പം നമ്മുടെ വിഷ്ണു സാറൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് അമൽ സാറ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അപ്പോൾ ഈ രണ്ട് സൗണ്ടും 1/10 സെക്കൻഡിലേക്ക് ഒരു സൗണ്ട് ചിലപ്പോൾ നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ നിൽക്കും, ഇത്ര ഫ്രീക്വൻസിയിലുള്ള. അപ്പോൾ അമൽ സാർ അവിടെ സംസാരിക്കുമ്പം, വിഷ്ണു സാർ നേരത്തെ സംസാരിച്ചിട്ട് പോയി, അമൽ സാർ അവിടെ സംസാരിക്കുമ്പോൾ വീണ്ടും ഈ സൗണ്ട് എനിക്ക് ഇപ്പം സംസാരിക്കുന്ന പോലെ കേൾക്കാൻ പറ്റും. ചില സമയത്ത് നമ്മൾ തെലിപ്പതി അതിപ്പതി എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എത്ര നേരത്തേക്കാണ് പിടിച്ചിരിക്കുന്നത്? 1/10 സെക്കൻഡ്. 1/10 എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. 1/10 എന്നാണ് എനിക്ക് വരുന്നത്. പോയിന്റിൽ ആൻസർ വരും. 0.0000 എത്ര ആൻസർ വരും. ഓക്കെ. അപ്പോൾ ഇതാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ദ ഓഡിറ്ററി എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സൗണ്ട് പെർസിസ്റ്റൻസ് ഫോർ അബൌട്ട് 1/16 സെക്കൻഡ്
ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഇഫ് ആൻ അനദർ സൗണ്ട് ഫോൾ ഓൺ ദി ഇയർ ഡ്യൂറിംഗ് ദിസ് ടൈം ഇറ്റ് ഫെൽസ് ദാറ്റ് ദേ ആർ ഹെൾഡ് ടുഗദർ. ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ നടക്കുന്ന സമയത്ത് വേറൊരു സൗണ്ടും കേട്ട് കഴിഞ്ഞാൽ ഇവന്മാർ രണ്ടുപേരും ഒരേ സമയത്താ ഉണ്ടാവുന്നതെന്ന് നമുക്ക് തോന്നുവാണ്. ഓക്കെ, ചില സമയത്ത് നമ്മൾ വിട്ടുപോകും, ഇതെന്തോ ഒരു സംഭവമാണ്, പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കേട്ട സൗണ്ട് വീണ്ടും കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് ഓഫ് എ സൗണ്ടിന്റെ വെച്ച് നോക്കുമ്പോൾ സ്പീഡ് ഓഫ് എ സൗണ്ട് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ടൈം. ഓക്കെ, കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് വഴിയെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുട്ടികൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ശ്രദ്ധ വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു വർഷത്തേക്ക് 1000 താഴെ ക്ലാസ് വരുന്നുള്ളൂ, 1000 താഴെ. ഓക്കെ, നിങ്ങളെ ഒരിക്കലും മറ്റേ ചൂഷണം ചെയ്യാനല്ല ഇതിൻ്റെ അകത്ത്, മനസ്സിലായേ? ചെറിയ എമൗണ്ടിൽ മാക്സിമം ക്വാളിറ്റി ക്ലാസ്സുകൾ തരിക എന്നാണ് ഈ കോഡ് ഉദ്ദേശം. ശരി, ഓക്കെ. അടുത്തത് റിവർബറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് റിവർബറേഷൻ. ഓക്കെ, റിവർബറേഷൻ ഈസ് ദ ലിങ്കറിങ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ആർ സീസ്ഡ്. പഴയ ബംഗ്ലാവിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച ഒരു സൗണ്ട്, ഓക്കെ, നമ്മൾ സാധനം സംസാരിച്ച് കഴിഞ്ഞാലും ഈ സൗണ്ട് വെളിയിൽ കടന്നു പോവാണ്ട് അതിൻ്റെ അകത്ത് തന്നെ തങ്ങി നിൽക്കുന്നതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. എല്ലാവരും ഒന്നും ചെയ്ത് കാണത്തില്ല, ചിലവരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങനെ കേൾക്കൊണ്ടിരിക്കും, എക്കോ അല്ല, തിരിച്ചിങ്ങനെ കേട്ടോണ്ടേയിരിക്കും. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. റിവർബറേഷൻ, ഓക്കെ, അതായത് ലിങ്കറിങ് ഓഫ് സൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നതിനെയാണ് പറയുന്നത്. ഒറിജിനൽ സൗണ്ട് സീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാണ്ടായി പോയി നിന്ന് കഴിഞ്ഞിട്ട് പിടിച്ച് നിർത്തിയിട്ട് ഒരു ഒറിജിനൽ സൗണ്ട്, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ സാധനം, ഇപ്പം സംസാരിക്കുന്ന ഈ സാധനം, ഇപ്പം സംസാരിക്കുന്ന ഈ സാധനം, ഇപ്പം സംസാരിക്കുന്ന ഈ സാധനം, ഇപ്പം സംസാരിക്കുന്ന ഈ സാധനം, ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റ് പറഞ്ഞുള്ളൂ, പിന്നെ കേട്ടത് നിങ്ങൾ മൊത്തം അതുപോലെ കേട്ടോണ്ടിരിക്കുന്നതിനെയാണ് റിവർബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് ദ ബൂം ഫെയ്ഡ്സ് അവേ ഗ്രാജുവലി. ആ ബൂം പെതുക്കെ നിന്ന് പോകത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുകയാണ്. അടുത്തൊരു ചോദ്യമാണ് വരുന്നത്. വൈ ആർ ദ വാൾസ് ഓഫ് ലാർജ് ഹാൾ ലൈക്ക് സിനിമ തിയേറ്റർ മെയ്ഡ് റഫ്? സിനിമ തിയേറ്ററിലെ പോലുള്ള വലിയ സ്ഥലത്ത്, ഓക്കെ, എന്തിനാണ് റഫായിട്ടുള്ള പരുക്കനായിട്ടുള്ള ഭിത്തി വരുന്നത്? എന്തുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഭിത്തി വരുന്നില്ല? നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു, സ്മൂത്ത് ആയിട്ടുള്ള ഭിത്തിയിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നു. അപ്പോൾ നമ്മൾ പടം കാണുന്ന സമയത്ത് ഈ സൗണ്ട് അവിടെ പോയി ഇടിച്ചിട്ട് തിരിച്ച് അത് തന്നെ തിരിച്ച് കേൾക്കും. അതൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ ആണോ? എക്കോ വരുന്നത്, എക്കോ പോലത്തെ സൗണ്ട് വരുന്നത് അക്സെപ്റ്റബിൾ ആണോ? അല്ല, ഒരിക്കലും അല്ല, അല്ലേ? അപ്പോൾ റഫ് ഭിത്തി ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഫായിട്ട് വരുമ്പോൾ നമ്മുടെ സൗണ്ട് ഇതുങ്ങളുടെ ഇടയിലോട്ട് റഫായിട്ട് വരുമ്പോൾ അവിടെ ഇവിടെയിലും ഒക്കെ തെറിച്ച് കയറി അബ്സോർബ് ചെയ്ത് അങ്ങ് പൊക്കോളും. മനസ്സിലായോ? അതാണ് ഈ സ്റ്റുഡിയോകളിലൊക്കെ മറ്റേ ഒരു മുട്ടത്തോട് പോലത്തെ സാധനം വെക്കുന്നത്, സൗണ്ട് അബ്സോർബ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. ഒരു മനുഷ്യൻ എന്തൊക്കെ സൗണ്ട്സ് കേൾക്കാം, ഒരു മനുഷ്യൻ്റെ ലിമിറ്റ് എത്രയൊക്കെയാണ്, അതാണ് അടുത്തത് പറയുന്നത്. നോക്കിയേ മക്കളെ, ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ്. ഈ 20 ഹെഡ്സിന് താഴെയാണ് മക്കളെ ഈ ഇൻഫ്രാറെഡ് വേവ്സും പിന്നെ സെസ്മിയൽ റേസും ഒക്കെ. അതായത് ഭൂമി ഉലുക്കത്തിന്റെ സമയത്തൊക്കെ മനുഷ്യന് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷെ മൃഗങ്ങൾക്ക് ഓൾറെഡി ഈ സൗണ്ട് കേൾക്കാൻ പറ്റും. ഭൂമി കുലുങ്ങാൻ പോകുന്നു, അപ്പോഴേ ഇവർ ബഹളം വെക്കാൻ തുടങ്ങും. ഓക്കെ, സെയ്സ്മിക് വേവ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 20 ഹെഡ്സിന് താഴെയാണ് വരുന്നത്. നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എത്ര? 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയേ ഉള്ളൂ. ഓക്കെ, ദെൻ അൾട്രാസോണിക് സൗണ്ടിനെയാണ് നമ്മൾ 2000 ഹെഡ്സിന് മേളിൽ വരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. 20 ഹെഡ്സിന് താഴെ ഉള്ളതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. 20,000 ഹെഡ്സിന് മേളിലുള്ളതിനെ അൾട്രാസോണിക് എന്ന് വിളിക്കും. മറന്നു പോകരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ പട്ടികളുടെയും എലിഫൻസിൻ്റെയും പിന്നെ മോത്സിൻ്റെയും ബാറ്റ്സിൻ്റെയും ക്യാറ്റിൻ്റെയും ഇതിൻ്റെ എല്ലാം ഇതൊക്കെ മറ്റേ 8ാം ക്ലാസ് തന്നെയാണ്. കറക്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ ഇവരുടെയൊക്കെ ഓഡിബിലിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം പഠിക്കേണ്ടതാണ്. ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ഇൻ എ ഗാൽട്ടൺ വിസിൽ. ഗാൽട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ പട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിസിലാണ്. പട്ടികൾക്ക് മാത്രമേ അതിന്റെ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിയാൽ അതിന്റെ ഫ്രീക്വൻസി എത്രയാ? 30,000 ഹെഡ്സ് ആണ്. ഗാൽട്ടൺ വിസിലിന്റെ
ഫ്രീക്വൻസി എത്രയാണ്? 30,000 ഹെഡ്സ് ആണ്. ഒരു പട്ടിക്ക് 20 ഹെഡ്സ് തൊട്ടും അതിക്ക് മേലെ കേൾക്കാൻ പറ്റും എന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം. 20,000 മനുഷ്യന് 20 തൊട്ട് 20,000 വരെ പറ്റുള്ളൂ. പട്ടിക്ക് 20 തൊട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുക. മനസ്സിലായോ? 30,000 ഹെഡ്സ് ആണ് ആ ഗാൽട്ടൺ വിസിലിന്റെ സൗണ്ട് വരുന്നത്. അടുത്തത് ഒരു നോർമൽ പേഴ്സന്റെ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ? 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെ. ഓക്കെ. അടുത്തത് സൗണ്ട് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 20 ഹെഡ്സ്. 20 ഫ്രീക്വൻസിക്ക് താഴെ വരുന്നതിനെ ബിലോനെ എന്തെന്ന് പറയും? ഇൻഫ്രാസോണിക് എന്ന് പറയും. 20 ഹെഡ്സിന് 20,000 ഹെഡ്സിന് മേളിലുള്ളതിനെ അൾട്രാസോണിക് എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ബാറ്റുകളൊക്കെ ഉണ്ടല്ലോ, ബാറ്റ്, ഈ എന്താ ഇതിന് പറയുന്നത്? വവ്വാൽ എന്നൊക്കെ നിങ്ങൾ എല്ലാവരും പറയും. ഈ വാവലൊക്കെ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചാണ് ഇരകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. ഇരുട്ടത്ത് വവ്വാലുകൾ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചാണ് ഇരകളെ പിടിക്കുന്നത്. ഓക്കെ. ഇനിയും അൾട്രാസോണിക് സൗണ്ടിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം നോക്കിയേ. ബിൽഡിങ്ങിനെ അകത്ത് എന്തെങ്കിലും ക്രാക്കുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് വെച്ചിട്ട്? അൾട്രാസോണിക് വെച്ചിട്ട്. പിന്നെ ക്രഷ് സ്മാൾ സ്റ്റോൺസ് ഇൻ ദി കിഡ്നീസ്. കിഡ്നിയിൽ ഉണ്ടാവുന്ന ചെറിയ കല്ലുകൾ, മുത്രത്തി കല്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഉണ്ടാവുന്ന ചെറിയ കല്ലുകൾ എന്ത് ചെയ്യും? ഇടിച്ച് കളയാൻ പറ്റും, ക്രഷ് ചെയ്ത് കളയാൻ പറ്റും. ഫിസിയോതെറാപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്താനൊക്കെ ഉദ്ദേശിപ്പിക്കുന്ന സംഭവം. ഫിസിയോ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുന്നു? അൾട്രാസോണിക് ട്രീറ്റ്മെന്റ്സ് ആണ് എടുക്കുന്നത് വേവ്സ് വെച്ചിട്ട്. ഓക്കെ. പിന്നെ ടു ടേക്ക് ഇമേജസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി, ലിവർ, ഗാൾ ബ്ലാഡർ ആൻഡ് യൂട്രസ്. ഇതുപോലത്തെ ഉള്ള അകത്തോട്ടിരിക്കുന്ന സംഭവങ്ങളുടെയൊക്കെ, അതായത് ഉൾഭാഗങ്ങളുടെയൊക്കെ ഫോട്ടോസ്, ഇമേജസ് എടുക്കാൻ ഈ പറയുന്ന അൾട്രാസോണിക് വേവ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് അൾട്രാസോണോഗ്രഫി. പഠിച്ചിരിക്കേണ്ട ഒരു വലിയ സംഭവമാണ് ഈ കാലത്ത്. അതായത് അൾട്രാസോണിക് വേവ്സ് ദാറ്റ് ട്രാവൽസ് ത്രൂ ദ ബോഡി ടിഷ്യൂ സ്ട്രൈക്സ് ആൻഡ് റിഫ്ലക്ട് അറ്റ് areas of varying density in the tissue. These waves are converted into electrical signal to form an image of the organ. ഒരു ഓർഗൻ്റെ എക്സാമ്പിൾ കിഡ്നി ആണെന്ന് വിചാരിക്കുക. ആ കിഡ്നിയുടെ ഇമേജ് കറക്റ്റായിട്ട് ഡോക്ടേഴ്സിനെ എടുത്ത് കാണിക്കുന്ന ആള് എങ്ങനെയാണ് അത് എടുക്കുന്നത്? അൾട്രാ സോണോഗ്രഫി എന്നാണ് ആ സംഭവത്തിന് പേര്. അതിനെ വിളിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ സോണോഗ്രഫി. എങ്ങനെ അത് എടുക്കുന്നതെന്ന് നോക്കിയേ. Ultrasonic waves that travels to the body tissue strikes and reflected at areas of various density. പല ഡെൻസിറ്റിയിലുള്ള ഏരിയാസിൽ എന്ത് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യും, തിരിച്ചെന്ത് ചെയ്യും? ഈ അൾട്രാസോണിക് സിസ്റ്റത്തിലോട്ട് തന്നെ തിരിച്ചു പോകും. അങ്ങനെ അവിടെ ഇമേജ് ഫോം ആവും. ഓക്കെ. കറക്റ്റായിട്ട് വായിച്ചത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ദെൻ ഈ പറയുന്ന അൾട്രാസോണോഗ്രഫി വേറെ എന്തിനു വേണ്ടി എവിടെയൊക്കെ യൂസ് ചെയ്യുമെന്ന് നോക്കിയേ. ഇതുപോലത്തെ ചെറിയ പൈപ്പുകളുണ്ടോ? പൈപ്പ് കണ്ടോ? ഇതുപോലത്തെ ചെറിയ പൈപ്പുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ. സ്പൈറൽ ട്യൂബ്സ്, ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത് വെച്ചിട്ടാ സോണോഗ്രഫി. ഓക്കെ. അൾട്രാസോണിക് സോണോഗ്രഫി വെച്ചിട്ടാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ദെൻ നമ്മൾ സോണാർ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റി പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് എ ഡിവൈസ് കോൾഡ് സോണാർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ്. ഇപ്പം നമ്മൾ ബോട്ടിൽ പോകുമ്പം അവിടെ മീനുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആഴം എത്ര എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആളാരാ? സോണാറാണ്. സോണാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഴം അളക്കുന്നതും പിന്നെ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് താഴെ എന്നുള്ളത് മനസ്സിലാക്കുന്നതും. ഓക്കെ. താഴെ ചെന്ന് അൾട്രാസോണിക് സൗണ്ട് പോയി ഇടിക്കും, തിരിച്ച് ആ മെഷീനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അതിനൊരു സിഗ്നൽ കൊടുക്കും. അങ്ങനെയാണ് സോണാർ വെച്ചിട്ട് ഡിസ്റ്റൻസും അണ്ടർ വാട്ടർ ഒബ്ജക്ട്സും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് പോർഷനാണ് ഡിസ്ട്രക്റ്റീവ് വേവ്സ്. 2 ഡിസ്ട്രക്റ്റീവ് വേവ്സിനെ പറ്റി പഠിക്കാനുണ്ട്. മെയിനായിട്ടുള്ളത് സെയ്സ്മിക് വേവ്സ്. ഈ സെയ്സ്മിക് വേവ്സ് വെച്ചിട്ടാണ് എർത്തുക്വേക്കും സുനാമിയും ഒക്കെ വരുന്നത്. ഓക്കെ. 2 അല്ല 1 ആണത്. ഓക്കെ. സെയ്സ്മിക് വേവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന്. ഉറപ്പായിട്ടും ഒരു 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം ഇതിൻ്റെ അകത്തുനിന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും. സെയ്സ്മിക് വേവ്സ് ആർ ദോസ് വിച്ച് ട്രാവൽസ് ത്രൂ ദി എർത്ത് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്തുക്വേക്ക്, വോൾക്കാനിക് ഇറപ്ഷൻ, മാസ് ആൻഡ് മാസീവ് എക്സ്പ്ലോഷൻ. സെയ്സ്മോളജി. ഓക്കെ. അതിന് മുമ്പ് അപ്പോൾ എന്താന്ന് നോക്കിയേ. സെയ്സ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ ട്രാവൽ ത്രൂ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിൽ കൂടെ, എർത്തിൻ്റെ ആ സെൻട്രിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? എർത്ത് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്തുക്വേക്ക്, ഭൂമികുലുക്കം കൂടെ ഭൂമികുലുക്കം മൂലം ഉണ്ടാവുന്ന ഈ ഒരു വേവ് എർത്ത് ക്രസ്റ്റ് വരേക്കും എത്തുന്നു. അതുകൊണ്ട് പിന്നെ മാത്രമാണോ? ഭൂമികുലുക്കം കൊണ്ട് മാത്രമാണോ? അല്ല. വോൾക്കാനിക് എറപ്ഷൻ,
മാസീവ് എക്സ്പ്ലോഷൻ, വലിയ വലിയ അറ്റോമിക് ബോംബ് അതൊക്കെ ഇടുമല്ലോ, ആ സമയത്ത് ഉണ്ടാവുന്ന വേവ്സിനെയാണ് സെയ്സ്മിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് ഉണ്ടാകുന്ന വേവിനെയാണ് സെയ്സ്മിക്. ഇതെവിടെ കാണപ്പെടുന്നത്? എർത്തിൻ്റെ ക്രസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതുവഴി ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഓക്കെ, ദെൻ സെയ്സ്മോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെയ്സ്മിക് വേവ്സ്. സെയ്സ്മോളജി വെച്ചിട്ടാണ് എത്രത്തോളം ഭീകരത അവിടെ ഉണ്ടായി, എർത്തുകേക്കിൽ എത്രത്തോളം ഭീകരത ഉണ്ടായി, റിച്ചാർഡ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഭീകരത, മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവും, എന്ത് മാഗ്നിറ്റ്യൂഡിലാണ് എർത്തുകേക്ക് അടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ നമ്പറിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സെയ്സ്മോളജിയാണ് ഈ പറയുന്ന സെയ്സ്മിക് വേവ്സിനെ കണ്ടുപിടിക്കുന്നുള്ള സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ earthquakes that occurs on the bottom of oceans and along coastal areas can sometimes trigger tsunami waves. അപ്പം ബോട്ടത്തിൽ, അതായത് ഓഷ്യനിലെ അടിയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ ലെയേഴ്സ്, അതിൻ്റെ ഇടയിലുണ്ടാവുന്ന എന്താ പറയുക, അതിൻ്റെ ഇടയിലുണ്ടാവുന്ന എർത്തുക്വേക്സിനെയാണ്, ഓഷ്യൻ്റെ അടിയിലുണ്ടാവുന്ന എർത്തുക്വേക്കിന്, ഭൂമി കുലുക്കം കാരണം അവിടെ എന്തുണ്ടാവുന്നു? സുനാമി വേവ്സ് ഉണ്ടാവുന്നു. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമായിരിക്കാം. ഓക്കെ, ഓഷ്യൻ്റെ താഴെ ഇങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഈ ഓഷ്യൻ്റെ ഈ സംഭവം ഭൂമി കുലുക്കം കാരണം മേളിലോട്ട് കയറും. ഓക്കെ, ഇതിരിക്കുന്നതിൻ്റെ മേളിലോട്ട്. അപ്പം അത്രയും മേളിൽ നിൽക്കുന്ന വെള്ളം ഭയങ്കര ഫോഴ്സിൽ മേളിലോട്ട് പൊങ്ങുവാണ് അല്ലേ? ആ സമയത്ത് എന്തുണ്ടാവുന്നു? നമ്മുടെ സുനാമി വേവ്സ് ഉണ്ടാവുന്നു. Tsunami is a serious gigantic ocean waves caused by the displacement of large volume of water in the sea. എന്തുകൊണ്ടാണ് സുനാമി ഉണ്ടാവുന്നതിൻ്റെ റീസൺ എന്തുവാ? ലാർജ് വോളിയം ഓഫ് സീ വാട്ടർ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഓക്കെ, അത് അങ്ങനെ ഉണ്ടാവുന്നതാണ് സുനാമി. ജൈജാൻറ്റിക് വേവ്സിനെയാണ് സുനാമി എന്ന് പറയുന്നത് കേട്ടോ. ഓഷ്യനിലുണ്ടാവുന്ന ജൈജാൻറ്റിക് ഓഷ്യൻ വേവ്സിനെയാണ് സുനാമി എന്ന് പറയുന്നത്. കഴിഞ്ഞട മക്കളെ, ഇങ്ങനെയാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത്. ഉറപ്പായിട്ടും ഇതിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് സാറ് വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സും അപ്ലോഡ് ആയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടിക്കേണ്ടത് ഇത്ര മാത്രം, SSLC ന്യൂ സിലബസ് ചാപ്റ്റർ നോട്ട്സ്, ന്യൂ സിലബസ് നോട്ട്സ് എന്ന് അടിച്ചാൽ മതി, വരുന്നതായിരിക്കും. ഓരോ സിലബസിൻ്റെയും വരുന്നതായിരിക്കും. എല്ലാവരും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പിന്നെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാനൽ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക, ഫുൾ എനേബിൾ ആക്കി വെക്കുക, ഓൾ എന്നുള്ളതിൽ കൊടുക്കുക. വരുന്ന നോട്ടിഫിക്കേഷൻ ഫുൾ അപ്പം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പഠിച്ച് മുമ്പിലോട്ട് പോകാം. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് ഒരു വർഷത്തേക്ക് 1000-ൽ താഴെ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഒരു വർഷത്തേക്ക് ഫുൾ ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഫുൾ സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പം തന്നെ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, 8138864462 കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.